الحمد لله الكريم المنان المتفضل على عباده بأصناف النعم وأنواع الإحسان وأشهد أن لا إله إلا الله وحده لا شريك له له الملك الديان وأشهد أن محمدا عبده ورسوله المبعوث بالهدى والرحمة وصلاح القلوب والأبدان صلى الله عليه وآله وأصحابه والتابعين لهم بإحسان وسلم تسليما كثيرا. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أيها الإخوان والأخوات أوصيكم إياي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്നേഹാധന്യരായ സത്യവിശ്വാസികളെ, പ്രിയപ്പെട്ട സത്യവിശ്വാസിനികളെ, മനുഷ്യരായ നാം ഓരോരുത്തരും സ്വസ്ഥതയോടെ, സമാധാനത്തോടെ, ഐക്യത്തോടെ, സ്നേഹത്തോടെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ രാജ്യത്തിൻ്റെ ഒരു സ്വാതന്ത്ര്യ ദിനത്തിൽ കൂടിയാണ് നമ്മൾ കടന്നു പോകുന്നത്. മഹത്തായ ഇന്ത്യ രാജ്യത്ത് ജീവിക്കുന്ന ഒരു ഇന്ത്യക്കാരൻ എന്ന നിലക്ക് ഒരു വിശ്വാസി മനസ്സിലാക്കുകയും വിലയിരുത്തുകയും ചെയ്യേണ്ട ഒട്ടനവധി ഘടകങ്ങൾ ഈ ഒരു ദിവസത്തിലൂടെ കടന്നു പോകുമ്പോൾ മനസ്സിലാക്കുകയും വിലയിരുത്തുകയും ചെയ്യേണ്ടതുണ്ട് എന്ന് പരിശുദ്ധ ദീനുൽ ഇസ്ലാം ഒരു വിശ്വാസിയായ മനുഷ്യനെ ഓർമ്മപ്പെടുത്തിയ രംഗം നമുക്ക് കാണുവാൻ സാധിക്കും. അങ്ങനെ ജീവിക്കുന്ന ഒരു വിശ്വാസിയായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആ നാടിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി, ആ നാടിൻ്റെ പുരോഗതിക്ക് വേണ്ടി, ആ നാടിൻ്റെ നന്മക്ക് വേണ്ടി, ഐക്യത്തിന് വേണ്ടി, ഒരുമക്ക് വേണ്ടി ഒന്നിച്ചു നിൽക്കുകയും പരമാവധി അതിനു വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുന്നവനായിരിക്കും ഒരു വിശ്വാസി എന്നാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം വളരെ കൃത്യതയോടുകൂടി നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. സഹോദരങ്ങളെ, അവിടെയാണ് മഹാനായ ഷേഖ് ഇമാം ഇബ്നു ഹിബാൻ റഹിമഹുല്ല പറയുന്നത്, ഒരു മനുഷ്യന് നല്ലൊരു നാട്ടിൽ ജീവിക്കാൻ കഴിയുക എന്നുള്ളതും ആ നാട്ടിലുള്ള നല്ല മനുഷ്യർക്കിടയിലുള്ള സഹവാസം ലഭിക്കുക എന്നുള്ളതും അത് സന്തോഷം ഉണ്ടാക്കുന്ന ഒരു വിഷയമാണ്. തന്റെ കച്ചവട ജീവിത യാത്രകൾക്ക് വേണ്ടി തയ്യാറെടുപ്പുകൾ നടത്തുകയും ആ യാത്രകൾ അവസാനിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ നാട്ടിലേക്ക് നാം തിരിച്ചു വരുമ്പോൾ നമ്മുടെ മാനസികമായ അവസ്ഥ എന്തായിരിക്കും? മഹാനായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, മിനൽ ഹയവാനിൽ ഇബ്ലു തഹിന്നു ഇലാ ഔത്വാനിഹാ വഇൻ കാന അഹദുഹാ ബഈദ. ഒട്ടകം എന്ന മൃഗം എപ്പോഴും താൻ ജനിച്ചു വളർന്ന നാടിനോട് അങ്ങേയറ്റം ഇഷ്ടം പ്രകടിപ്പിക്കുകയും അനുകമ്പ പ്രകടിപ്പിക്കുകയും ചെയ്യാറുണ്ട് എന്ന് പരിശുദ്ധ ഇസ്ലാം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. രണ്ടാമതായി പഠിപ്പിക്കുന്നത് വത്വയ്റു, ഒരു പക്ഷിയെ പോലെയാണ്. വത്വയ്റു ഇലാ വഖരിഹി വഇൻ കാന മൗളിഉഹു മുജ്ദിബ. ഒരു പക്ഷി തന്റെ കൂട്ടിലേക്ക് എപ്പോഴും അണയാൻ ഇഷ്ടപ്പെടുന്ന ഒരു രീതിയാണ് സ്വീകരിക്കാറുള്ളത്. മാത്രമല്ല, ആ കൂട് എത്ര വരൾച്ചയുള്ള ബുദ്ധിമുട്ടുള്ള നാട്ടിലാണെങ്കിലും ശരി, ആ നാട്ടിലുള്ള തന്റെ കൂട്ടിലേക്ക് ആ പക്ഷി യാത്ര ചെയ്ത് എത്തുകയും ചെയ്യുമെന്നാണ് ഇസ്ലാം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. മൂന്നാമതായി പഠിപ്പിക്കപ്പെട്ടത്
വൽ ഇൻസാനു ഇലാ വത്നിഹി വഇൻ കാന ഗൈറുഹു അക്തർ നഫ്അ. ഒരു മനുഷ്യൻ തന്റെ നാടിനോട് എപ്പോഴും സ്നേഹവും ഐക്യവും സൗഹൃദവും സംരക്ഷണവും കാത്തു സൂക്ഷിക്കുന്നവനായിരിക്കും. അവന് മറ്റു നാടുകളിലാണ് കൂടുതൽ ഖൈർ ലഭിക്കുന്നതെങ്കിലും അവൻ സ്വന്തം ജനിച്ചു വളർന്ന നാട്ടിലാണ് ജീവിക്കാൻ ഇഷ്ടപ്പെടുക എന്ന് പരിശുദ്ധ ഇസ്ലാം പ്രിയപ്പെട്ട വിശ്വാസികളെ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, അതുപോലെയാണോ നാം ജീവിക്കുന്ന നാടിനോടുള്ള കടമയും കടപ്പാടുകളും നിർവഹിക്കാൻ നമുക്ക് സാധിക്കുന്നത്? നാം ജനിച്ചു വളർന്ന് ജീവിച്ചു കൊണ്ടിരിക്കുന്ന നാട്ടിൽ നിന്നും, വീട്ടിൽ നിന്നും, രാജ്യത്തിൽ നിന്നും പുറത്താക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ ആ നാട്ടിൽ വസിച്ചിരുന്ന ആള് എന്ന നിലക്ക് നമുക്ക് എത്രത്തോളം വേദനയും ആശങ്കയും പ്രയാസവും ഉണ്ടാകും. ആ പ്രയാസമാണ് അള്ളാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കും ഉണ്ടായത്. അള്ളാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിജ്റ പോവുകയാണ്. അങ്ങനെ ഹിജ്റ പോകുന്ന സന്ദർഭത്തിൽ മക്കയുടെ അതിർത്തിയിൽ വെച്ചുകൊണ്ട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയെ നോക്കിക്കൊണ്ട് പറഞ്ഞ വാചകം, ലിമക്കത മാ അത്യബക മിൻ ബലദിൻ വഹബ്ബക ഇലയ്യ. അല്ലയോ മക്കേ, നീ എത്ര സുന്ദരവും പരിഭാവനവുമായ നാടാണ്. ഈ ലോകത്ത് ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന നാട് നീ മാത്രമാണ്. വലൗലാ അന്ന ഖൗമി അഖ്റജൂനി മിൻകി മാ സകൻതു ഗൈറകി. എന്റെ ജനത നിന്റെ ഈ നാട്ടിൽ നിന്നും എന്നെ പുറത്താക്കിയിട്ടില്ലായിരുന്നുവെങ്കിൽ ഈ നാട് വിട്ട് ഒരിക്കലും ഞാൻ പുറത്തു പോകുമായിരുന്നില്ല എന്ന്. സഹോദരങ്ങളെ, നോക്കൂ നിങ്ങൾ, അള്ളാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ താൻ ജനിച്ചു വളർന്ന് ജീവിച്ചിരുന്ന നാടിനെ എത്രത്തോളം സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു, എത്രത്തോളം ഇഷ്ടപ്പെടുന്ന വ്യക്തിത്വമായിരുന്നു എന്ന് ഈ ഒരു വാചകത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സഹോദരങ്ങളെ, അതുപോലെ ഞാനും നിങ്ങളും ജനിച്ചു വളർന്ന് ജീവിച്ചു കൊണ്ടിരിക്കുന്ന നാടിനെ സ്നേഹിക്കുന്നുണ്ടോ, ഇഷ്ടപ്പെടുന്നുണ്ടോ? ആ നാട്ടിൽ ഐക്യത്തെ ഊട്ടിയുറപ്പിക്കാൻ നമ്മൾ പരിശ്രമിക്കുന്നുണ്ടോ പ്രിയപ്പെട്ടവരെ? അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു മനുഷ്യന് താൻ ജീവിക്കുന്ന നാട്ടിൽ 3 കാര്യങ്ങൾ ലഭിക്കുകയാണെങ്കിൽ ആ മനുഷ്യനാണ് ദുനിയാവിൽ ഏറ്റവും വലിയ സൗഭാഗ്യം ലഭിച്ച മനുഷ്യനെന്ന് അള്ളാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, മൻ അസ്ബഹ മിൻകും ആമിനൻ ഫീ സിർബിഹി. നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ആർക്കെങ്കിലും ഒരാൾക്ക് ഒരു രാവും ഒരു പകലും താൻ ജനിച്ചു വളർന്ന നാട്ടിൽ സ്വസ്ഥതയോടെ, സമാധാനത്തോടെ, നിർഭയത്വത്തോടു കൂടി ജീവിക്കാൻ സാധിക്കുകയാണെങ്കിൽ അവൻ ഏറ്റവും വലിയ സൗഭാഗ്യം ലഭിച്ചവനാണ് എന്നാണ്. രണ്ടാമതായി പ്രവാചകൻ പറഞ്ഞു, മുആഫൻ ഫീ ജസദിഹി. അവന്റെ ശരീരത്തിന് നല്ല ആഫിയത്ത് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അവൻ ഏറ്റവും വലിയ സൗഭാഗ്യം ലഭിച്ച മനുഷ്യൻ എന്നാണ്. ഇൻദഹു ഖൂതു യൗമിഹി. ഓരോ ദിവസവും കഴിഞ്ഞുകൂടാനുള്ള, ജീവിക്കാനുള്ള മഈശത്ത്, റിസ്ക് അവൻ ജീവിക്കുന്ന നാട്ടിൽ നിന്ന് ലഭിക്കുന്നുവെങ്കിൽ അവനാണ് ഈ ദുനിയാവിൽ ഏറ്റവും വലിയ സൗഭാഗ്യം നേടിയ മനുഷ്യനെന്ന് അള്ളാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, ഈ 3 സൗഭാഗ്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നാം ജീവിക്കുന്ന, നാം ജനിച്ചിട്ടുള്ള നാട്ടിൽ ലഭിക്കുന്നുണ്ടോ എങ്കിൽ നമ്മൾ ഏറ്റവും വലിയ സൗഭാഗ്യവാന്മാരാണ്, ഐശ്വര്യം ലഭിച്ചവരാണ്. അങ്ങനെ ഐശ്വര്യം ലഭിച്ച, സൗഭാഗ്യം ലഭിച്ച മനുഷ്യൻ എന്ന നിലക്ക് ആ ഐശ്വര്യത്തെ, ആ സ്വസ്ഥതയെ, സമാധാനത്തെ, ഐക്യത്തെ, നിർഭയത്വത്തെ നമുക്ക് നൽകിയ അള്ളാഹുവിനോട് ശുക്ർ ചെയ്യാൻ വിശ്വാസികൾ എന്ന നിലക്ക് നമുക്ക് ഓരോരുത്തർക്കും ബാധ്യതയുണ്ട്. അതാണ് മഹാനായ ഇമാം അസ്വാലിഹ് ദിമശ്കി റഹിമഹുല്ലാഹ് തന്റെ മകന് പഠിപ്പിച്ചു കൊടുക്കുന്ന ആ ശുക്രിന്റെ വാചകം ഇപ്രകാരം നമുക്ക് കാണുവാൻ സാധിക്കും. യാ ബുനയ്യ, എന്റെ പൊന്നുമോനെ, ഇദാ മർറ ബിക യൗമിൻ വലൈല ഖദ് സലിമ ഫീഹിമാ ദീനുക വജിസ്മുക വമാലുക വഅയാലിക ഫഅക്തിർ ശുക്രൻ ലില്ലാഹി തആല. മോനെ, ഒരു ദിവസം നിന്റെ ദീൻ അനുസരിച്ചുകൊണ്ട്, നിന്റെ ശരീരത്തിൽ നല്ല ആഫിയത്തോടുകൂടി, നിന്റെ സമ്പത്ത് സംരക്ഷിക്കപ്പെട്ടവനായിക്കൊണ്ട്, നിന്റെ കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും ലഭിച്ചവനായിക്കൊണ്ട് സുരക്ഷിതമായി ജീവിക്കാൻ നിനക്ക് ഭാഗ്യം ലഭിച്ചിട്ടുണ്ടോ എങ്കിൽ നീ അള്ളാഹുവിനോട് ശുക്ർ ചെയ്യണം കേട്ടോ. നമ്മുടെ ദീനനുസരിച്ച് ജീവിക്കാൻ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഇന്നത്തെ ദിവസം എന്തെങ്കിലും പ്രയാസം ഉണ്ടായിട്ടുണ്ടോ? നമ്മുടെ സമ്പത്ത് സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ? നമ്മുടെ ശരീരത്തിന് നല്ല ആഫിയത്ത് കിട്ടിയിട്ടുണ്ടോ? നമ്മൾ ജീവിക്കുന്ന നാട്ടിൽ എത്ര സൗഭാഗ്യം ലഭിച്ചവരാണ് സഹോദരങ്ങളെ. നീ എന്തുകൊണ്ടാണ് നന്ദി കാണിക്കണമെന്ന് പറയാനുള്ള കാരണം
എന്നതിനെ കുറിച്ച് അദ്ദേഹം പറയുന്നത് ഫകം മിൻ മസ്ലൂബി ദീനഹു വമൻസൂഇ മുൽകഹു വമഹ്തൂഖി സത്രഹു വമഖ്സൂമി ലഹ്റഹു ഫീ ദാലികൽ യൗം വഅൻത ഫീ ആഫിയ. എന്തുകൊണ്ടാണ് നിനക്ക് ലഭിച്ചിട്ടുള്ള സൗഭാഗ്യങ്ങൾക്ക് അല്ലാഹുവിനോട് ശുക്ർ ചെയ്യണമെന്ന് പറയാനുള്ള കാരണം? നീ ഒരു ദിവസം നിന്റെ കുടുംബത്തിന്റെ കൂടെ നിന്റെ സമ്പത്ത് സംരക്ഷിച്ച് നിന്റെ ദീനോടുകൂടെ നിനക്ക് ജീവിക്കാൻ കഴിഞ്ഞ ആ ഒരു ദിവസം മറ്റൊരു നാട്ടിൽ അവിടെ ദീന് സംരക്ഷിക്കപ്പെടാതെ അവിടെ അഭിമാനപ്പിച്ച് ചീന്തപ്പെട്ടവരായി അവരുടെ മതമനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ കഴിയാതെ മൈഷത്തിന് പോകാൻ കഴിയാതെ കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും ലഭിക്കാതെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന എത്ര ആളുകളാണ് പുറത്തുള്ള നാടുകളിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നീ ഓർക്കേണ്ടതുണ്ട് എന്നാണ് അദ്ദേഹം തന്റെ മകന് പഠിപ്പിച്ചു കൊടുക്കുന്നത്. സത്യമല്ല സുന്ദരങ്ങളെ, കേരളത്തിന്റെ പുറത്തേക്ക് നമുക്കൊന്ന് യാത്ര ചെയ്താൽ, വാർത്തകൾ വായിച്ചാൽ നമുക്കതിന്റെ യാഥാർത്ഥ്യം ബോധ്യപ്പെടാൻ കഴിയും. അല്ലെ, ബീഫ് കൈവശം വെച്ചതിന്റെ പേരിൽ മർദ്ദിച്ച് കൊലപ്പെടുത്തുന്ന ഒരു കാലഘട്ടം, താഴ്ന്ന ജാതിയിൽപ്പെട്ട പെൺകുട്ടി ആയതിന്റെ പേരിൽ ബലാത്സംഗത്തിന് വിധേയമാക്കപ്പെടുകയും ആ കുടുംബത്തിന് ആ പെൺകുട്ടിയുടെ അസ്ഥി പോലും എടുത്തു വെക്കാനുള്ള സൗഭാഗ്യമില്ലാതെ കത്തിച്ച് കരിവാലിച്ച് കളയുന്ന ഒരു രംഗം നമ്മൾ കണ്ടതല്ലേ സഹോദരങ്ങളെ വാർത്തകളിൽ? എത്ര നീചമായ അവസ്ഥകളിലൂടെയാണ്. അപ്പോൾ ഒരു നാട്ടിൽ സ്വസ്ഥമായി നിർഭയത്വത്തോടുകൂടി സമാധാനത്തോടെ സന്തോഷത്തോടുകൂടി അവനവന്റെ ദീനനുസരിച്ചുകൊണ്ട് അവന്റെ ശരീരത്തിൽ ആഫിയത്തോടുകൂടി അവന്റെ സമ്പത്ത് അവനവന്റെ ആവശ്യങ്ങൾക്ക് ചെലവഴിക്കപ്പെട്ടുകൊണ്ട് നല്ല സ്വസ്ഥതയും സമാധാനവും നൽകുന്ന കുടുംബത്തോടെ ഒരു നാട്ടിൽ ജീവിക്കാൻ അല്ലാഹു നിർഭയത്വം നൽകിയിട്ടുണ്ടെങ്കിൽ ആ നിർഭയത്വം നൽകിയ റബ്ബിനോട് ശുക്ർ ചെയ്യാൻ ഒരു വിശ്വാസി എന്ന നിലക്ക് നമുക്ക് ബാധ്യതയില്ലേ സഹോദരങ്ങളെ? അങ്ങനെ നിർഭയത്വം നൽകപ്പെട്ട റബ്ബിനോട് ശുക്ർ ചെയ്യാൻ എനിക്ക് നിങ്ങൾക്കും സാധ്യമാകുന്നില്ല എങ്കിൽ, അങ്ങനെ നമ്മൾ ഒരുക്കം നടത്തുന്നില്ല എങ്കിൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത് വദറബല്ലാഹു മതലൻ ഖരിയ, അല്ലാഹു ഒരു രാജ്യത്തെ ഉദാഹരണമായി എടുത്തു കാണിക്കുകയാണ് മനുഷ്യരുടെ മുമ്പിൽ. കാനത് ആമിനതൻ മുത്മഇന്ന, അത് ആ മക്ക അങ്ങേറ്റം സുരക്ഷിതത്വവും സമാധാനവും നിറഞ്ഞതായിരുന്നു. ആ മക്ക രാജ്യത്ത് ജീവിക്കുന്ന ആളുകൾക്ക് നല്ല ഭക്ഷണം എത്തിക്കാനുള്ള സൗകര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ ഭാഗത്തു നിന്നും സമൃദ്ധമായി ആ രാജ്യത്തിലേക്ക് നൽകുകയും ചെയ്തു. ഫകഫർതു ബിഅൻഉമില്ലാ, എന്നാൽ ആ നാട്ടിൽ ജീവിക്കുന്ന ആളുകൾ അല്ലാഹു ഇറക്കി കൊടുത്തിരിക്കുന്ന അനുഗ്രഹങ്ങൾ നിഷേധിച്ചു തള്ളി. സ്വസ്ഥതയുടെ ദീനനുസരിച്ച് ജീവിക്കാനുള്ള നിർഭയത്വം അല്ലാഹു നൽകി, നല്ല സമ്പത്ത് നൽകി, നല്ല ആരോഗ്യം നൽകി, സമാധാനത്തോടെ കുടുംബത്തിൽ ജീവിക്കാനുള്ള സൗഭാഗ്യങ്ങൾ നൽകി. എന്നിട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ശുക്ർ ചെയ്യുന്ന കാര്യത്തിൽ നിന്നും അവർ പിന്നിലേക്ക് പോയി, അവർ നിഷേധിച്ചു തള്ളി. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ഫഅദാഖഹുല്ലാഹു ലിബാസൽ ജൂഇ വൽ ഖൗഫി ബിമാ കാനൂ യസ്നഊൻ. അങ്ങനെ അല്ലാഹുവിനോട് ശുക്ർ ചെയ്യാതെ തങ്ങൾക്ക് ഒരു നാട്ടിൽ ജീവിക്കാൻ ലഭിച്ച നിർഭയത്വത്തെ നിഷേധിച്ചു തള്ളിയ ആ ജനങ്ങളെ കുറിച്ച് അല്ലാഹു പറഞ്ഞത്, അപ്പോൾ അവർ പ്രവർത്തിച്ചിരുന്നതിന്റെ ഫലമായി അവരിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശപ്പിന്റെയും ഭയത്തിന്റെയും വസ്ത്രങ്ങൾ അവരിലേക്ക് ഇറക്കി കൊടുക്കുകയും ചെയ്തുവെന്ന് പരിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, നമ്മൾ ഇഷ്ടപ്പെടുന്ന ഭക്ഷണം കഴിക്കുന്നു, നമ്മൾ ഇഷ്ടപ്പെടുന്ന വസ്ത്രങ്ങൾ ധരിക്കുന്നു, നമ്മൾ ഇഷ്ടപ്പെടുന്ന സ്ഥലത്ത് പോയി വീട് വെച്ച് താമസിക്കുന്നു, നമ്മൾ ഇഷ്ടപ്പെടുന്ന നമ്മൾ ഉൾക്കൊള്ളുന്ന ആദർശമനുസരിച്ചുകൊണ്ട് ജീവിക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കപ്പെടുന്നു. എന്നിട്ടും ഇതെല്ലാം ഒരുക്കി തന്ന അല്ലാഹുവിനോട് ശുക്ർ ചെയ്യാൻ നമുക്ക് സാധിക്കുന്നില്ല സഹോദരങ്ങളെ. എങ്കിലും അല്ലാഹുവിന്റെ ശിക്ഷ നമ്മളിലേക്ക് ഇറക്കപ്പെടും. അങ്ങനെ നമ്മൾ ശുക്ർ ചെയ്യാൻ തയ്യാറാവുകയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത് വലൗ അന്ന അഹ്ലൽ ഖുറാ ആമനൂ വത്തഖൂ ലഫതഹ്നാ അലൈഹിം ബറകാത്തിൻ മിനസ് സമാഇ വൽ അർദ്. ആ നാടുകളിൽ ജീവിക്കുന്ന ആളുകൾ അല്ലാഹുവിനെ വിശ്വസിക്കുകയും തഖ്വയോടുകൂടി ജീവിക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ ആകാശത്തു നിന്ന് ഭൂമിയിൽ നിന്നും നാം അവർക്ക് ധാരാളമായി അനുഗ്രഹങ്ങൾ ഇറക്കി കൊടുക്കുമായിരുന്നു. അപ്പൊ അല്ലാഹുവിൽ നിന്നും ധാരാളമായി അനുഗ്രഹങ്ങൾ ലഭിക്കണമെന്ന് ഞാൻ നിങ്ങളും ആഗ്രഹിക്കുന്നുണ്ടോ എങ്കിൽ അല്ലാഹുവിൽ വിശ്വസിക്കുകയും
നിർഭയത്വം നൽകിയ റബ്ബിലേക്ക് സൂക്ഷ്മതയോടുകൂടി മടങ്ങുകയും ചെയ്യണമെന്നാണ് പരിശുദ്ധ ഖുർആൻ പ്രിയപ്പെട്ടവരെ എന്റെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നത്. ആ രൂപത്തിൽ അള്ളാഹു നമുക്ക് നിർഭയത്വം നൽകി. ആ നിർഭയത്വത്തെ മുറുകെ പിടിച്ചുകൊണ്ട് അതിന് അള്ളാഹുവിനോട് ശുക്ർ ചെയ്തുകൊണ്ട് ജീവിക്കാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ സാധിക്കുന്ന ഒരു സമൂഹത്തിൽ, ഒരു നാട്ടിൽ, ഒരു വിശ്വാസി എന്ന നിലക്ക് ഒരു ഫിത്നയും നമ്മൾ കാരണം ഉണ്ടാകാൻ പാടില്ല. സഹോദരങ്ങളെ, ഐക്യത്തോടെ, സ്നേഹത്തോടെ, ഒരുമയോടെ ജീവിക്കുന്ന ജനങ്ങൾക്കിടയിൽ നാട്ടിൽ നമ്മൾ കാരണം ഒരു കുഴപ്പം ഉണ്ടാകാൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത് വലാ തുഫ്സിദൂ ഫിൽ അർദി ബഅദ ഇസ്ലാഹിഹാ, നിങ്ങൾ ഭൂമിയിൽ നന്മ വരുത്തിയതിനു ശേഷം കുഴപ്പങ്ങൾ ഉണ്ടാക്കരുത് കേട്ടോ, അവിടെ നാശം ഉണ്ടാക്കരുത് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ച രംഗം നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അതുകൊണ്ടാണ് മഹാനായ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ലൈസ മിന്നാ മൻ ദഅ ഇലാ അസബിയ്യ, വർഗീയതയിലേക്ക്, കുഴപ്പത്തിലേക്ക്, നാശത്തിലേക്ക് ക്ഷണിക്കുന്നവൻ ആരൊക്കെയുണ്ടോ അവൻ ഇസ്ലാമിന് അന്യനാണ് എന്നാണ്. സഹോദരങ്ങളെ, നമ്മൾ ഒരു രാജ്യത്ത് ജീവിക്കുമ്പോൾ ആ രാജ്യം അനുശാസിക്കുന്ന നിയമങ്ങൾ പാലിച്ചുകൊണ്ട് ജീവിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. നമുക്ക് അനുകൂലമല്ലാത്ത ഒരു ജീവിത രീതിയാണ് ആ രാജ്യത്തുണ്ടാകുന്നതെങ്കിൽ സ്വസ്ഥതയോടെ, സമാധാനത്തോടെ നമ്മൾ വിശ്വസിക്കുന്ന ആദർശവും വിശ്വാസവും അനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ സൗഭാഗ്യമില്ല എങ്കിൽ ആ രാജ്യത്തുള്ള നിയമങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകാനാണ് പരിശുദ്ധ ഇസ്ലാം ഒരു വിശ്വാസിയോട് ആവശ്യപ്പെടുന്ന രംഗം നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അതുകൊണ്ടാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് മൻ ഖറജ മിനത് ത്വാഅതി, ഒരു രാജ്യത്തെ നിയമങ്ങൾ നിങ്ങൾ അനുസരിക്കാതിരിക്കുകയും വഫാറകൽ ജമാഅ, ഐക്യത്തോടെ ജീവിക്കുന്ന ജനങ്ങൾക്കിടയിൽ ഭിന്നിപ്പും അനൈക്യവും ഉണ്ടാക്കുകയും ചെയ്യുന്ന ആളുകൾ എന്നിട്ട് അതിനുശേഷം അവൻ മരണപ്പെടുകയും ചെയ്താൽ അവൻ ജാഹിലിയത്തിന്റെ മരണമാണ് അവന് സംഭവിച്ചിട്ടുള്ളത് എന്ന് മഹാനായ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ കൃത്യതയോടുകൂടി പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, ഒരു നാട്ടിൽ ജീവിക്കുമ്പോൾ ആ നാട്ടിലുള്ള കുറച്ച് ആളുകൾ നമ്മളെ ഉപദ്രവിച്ചു, നമ്മളെ പ്രയാസപ്പെടുത്തി, കുടുംബത്തിൽ സ്വസ്ഥതയോടെ സമാധാനത്തോടെ ജീവിക്കാനുള്ള ഒരു അവസ്ഥ ഇല്ലാത്ത കാരണങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തു. പക്ഷെ അതിന്റെ പേരിൽ ആ രാജ്യത്തുള്ള അല്ലെങ്കിൽ ആ നാട്ടിലുള്ള മഹാഭൂരിപക്ഷം വരുന്ന ആളുകളെയും നമുക്ക് ക്ഷമിക്കാൻ പറ്റുമോ? അവരിലേക്ക് ശിക്ഷ ഇറങ്ങണമെന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ പറ്റുമോ? ഇല്ല. മഹദിയായ ആസിയ ബിവി അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന നോക്ക് നിങ്ങൾ. വനജ്ജിനി മിൻ ഫിർഔന വഅമലിഹി, അല്ലാഹുവേ ഫിർഔനിൽ നിന്നും അവന്റെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന ഫിത്നകളിൽ നിന്നും പ്രവർത്തനങ്ങളിൽ നിന്നും നീ എന്നെ രക്ഷപ്പെടുത്തണേ. വനജ്ജിനി മിനൽ ഖൗമിൽ ളാലിമീൻ, അക്രമികളായ ആളുകൾ ആരാണോ അവരിലേക്ക് നീ ശിക്ഷ നൽകുകയും അവരിൽ നിന്ന് നീ എന്നെ രക്ഷപ്പെടുത്തുകയും ചെയ്യണം. ഇതാണ് ആസിയ ബീവിയുടെ പ്രാർത്ഥന. ഹൈന്ദവ സഹോദരങ്ങൾ നമ്മളോട് എത്ര സൗഹൃദത്തിൽ, എത്ര സ്നേഹത്തിൽ പെരുമാറുന്ന ആളുകളുണ്ട്. നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും വിശേഷം ഉണ്ടെങ്കിൽ ആ വീട്ടിലേക്ക് വന്ന് നമ്മളുമായി സഹകരിക്കുന്ന എത്ര ആളുകളുണ്ട്. ഏതാനും ന്യൂനപക്ഷമായ ഹൈന്ദവ തീവ്ര ഹിന്ദുത്വത്തിന്റെ പേരിൽ പെരുമാറുന്ന ആളുകളുടെ പേരിൽ മഹാഭൂരിപക്ഷം വരുന്ന ഹൈന്ദവ സഹോദരങ്ങളെ നമ്മൾ പ്രയാസപ്പെടുത്താൻ പാടില്ല. അതുകൊണ്ട് എല്ലാവരുടെയും നന്മക്ക് വേണ്ടി, എല്ലാവരുടെയും ഐക്യത്തിനും സൗഹൃദത്തിനും ഒരുമക്കും വേണ്ടിയാണ് ഒരു വിശ്വാസി ഒരു നാട്ടിൽ ജീവിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്നാണ് പരിശുദ്ധ ഇസ്ലാം പ്രിയപ്പെട്ട വിശ്വാസികളെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. വേണമെങ്കിൽ നമുക്ക് ഇപ്രകാരം പ്രാർത്ഥിക്കാം. അല്ലാഹുമ്മ ദമ്മിർ അഅദാക അഅദാ അദ്ദീൻ, അല്ലാഹുവേ നിന്റെ ശത്രുക്കളെയും ഇസ്ലാമിന്റെ ശത്രുക്കളെയും നീ നശിപ്പിക്കണേ. അല്ലെങ്കിലോ അല്ലാഹുമ്മൻസുർ മുസ്ലിമീന ഫീ കുല്ലി മകാൻ, അല്ലാഹുവേ എല്ലാ സ്ഥലങ്ങളിൽ നിന്നും മുസ്ലിങ്ങൾക്ക് ആസന്നമായ സഹായവും വിജയവും ആശ്വാസവും നൽകണേ എന്ന് ഒരു വിശ്വാസിക്ക് പ്രാർത്ഥിക്കാം. സഹോദരങ്ങളെ, ഓരോ ദിവസത്തിന്റെ രാപ്പകലുകളും ഇന്നിന്റെ ദിനങ്ങളിൽ കടന്നു പോകുന്നത് ഗസയിൽ നിന്നുമുള്ള മരണവാർത്തകൾ കേട്ടുകൊണ്ടാണ്. ഇന്നലെയും ഇന്ന് രാവിലെയുമായി പിഞ്ചു പൈതങ്ങൾ, വന്യവയോധികരായ മാതാപിതാക്കൾ പട്ടിണി കിടന്ന് പ്രയാസപ്പെട്ട് ജീവശ്വാസം വലിച്ച് പ്രാണവേദന അനുഭവിച്ച് മരണപ്പെടുന്ന വാർത്തകൾ ലോകത്തിന്റെ നാനാദിക്കുകളിൽ നിന്നും നമ്മൾ ഓരോരുത്തരും കേട്ടുകൊണ്ടിരിക്കുന്നു, വായിച്ചുകൊണ്ടിരിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കണ്ടേ? അല്ലാഹുമ്മൻസുർ മുസ്ലിമീന ഫീ കുല്ലി മകാൻ, അല്ലാഹുവേ ലോകത്തിന്റെ നാനാദിക്കുകളിൽ വേദന അനുഭവിക്കുന്ന, പ്രയാസത്തോടു
സ്വീകരിക്കണേ, അവർക്ക് ആസന്നമായ സഹായം നൽകണേ, വിജയം നൽകണേ എന്ന് ഒരു വിശ്വാസി പ്രാർത്ഥിക്കണമെന്ന് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് പ്രിയപ്പെട്ടവരെ. മാത്രമല്ല അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ റബ്ബിനോട് പ്രാർത്ഥിക്കുന്നത് അല്ലാഹുമ്മ അൻസുർനാ അലാ മൻ ആദാന, അല്ലാഹുവേ ഞങ്ങളോട് ശത്രുത പുലർത്തുന്ന ആളുകളിൽ നിന്നും ഞങ്ങൾ നീ സഹായിക്കണേ. അല്ലാഹുമ്മ വലാ തജ്അൽ മുസീബതനാ ഫീ ദീനിനാ, അല്ലാഹുവേ ഞങ്ങൾക്ക് നൽകുന്ന ഒരു മുസീബത്ത് കാരണം ഞങ്ങളുടെ ദീനിനെ നീ നശിപ്പിക്കരുത് റബ്ബേ എന്ന് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ച രംഗം നമുക്ക് കാണുവാൻ സാധിക്കും. സഹോദരങ്ങൾ, അതുകൊണ്ട് തന്നെ എല്ലാ അർത്ഥത്തിലും നമ്മൾ ജീവിക്കുന്ന നാടിനോട് നമുക്കുള്ള കടമയും കടപ്പാടും കൃത്യതയോടുകൂടി നിർവഹിക്കാൻ നമ്മൾ തയ്യാറാകേണ്ടതുണ്ട്. നമ്മൾ ജീവിക്കുന്ന നാട്ടിൽ സമാധാനമുണ്ടാകാൻ വിശ്വാസികളായ നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥിക്കണമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മാനവിക സമൂഹത്തെ ഓർമ്മപ്പെടുത്തിയ രംഗം നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. വഹാദൽ ബലദിൽ അമീൻ, അല്ലാഹുവേ നീ രാജ്യത്തെ, ഈ നാടിനെ നിർഭയത്വമുള്ളതാക്കണേ. സ്വസ്ഥതയോടെ സമാധാനത്തോടെ കുടുംബത്തോടെ സ്വീകരിച്ച ആദർശമനുസരിച്ചുകൊണ്ട് ജീവിക്കാനുള്ള സൗഭാഗ്യം ഈ നാട്ടിൽ ഞങ്ങൾക്ക് നീ ഒരുക്കി തരണേ എന്ന് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച രംഗം പ്രിയപ്പെട്ട വിശ്വാസികളെ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ പ്രാർത്ഥിച്ചപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നാടിന് എന്ത് ചെയ്തു? നിർഭയത്വം നൽകി. സമാധാനത്തോടെ സ്വസ്ഥതയോടെ ജീവിക്കാനുള്ള സൗഭാഗ്യം കൊടുത്തു. എത്ര പേരെന്നറിയോ? ലോകത്തിന്റെ എല്ലാ ദിക്കുകളിലും മസീഹ് ദജ്ജാൽ വിരളി പൂണ്ട് ഫിത്തനകൾ ഉണ്ടാക്കും, പ്രയാസങ്ങൾ സൃഷ്ടിക്കും, ആളുകൾ ഉപദ്രവിക്കും. പക്ഷേ ആ മക്കയിലേക്ക് പ്രവേശിക്കാൻ അവർക്ക് കഴിയില്ല. അത്രത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നാടിനെ, ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിയുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകിയ രംഗം നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ ജീവിക്കുന്ന ഈ ഒരു സമൂഹത്തിൽ, നാട്ടിൽ വ്യത്യസ്ത മതവിഭാഗത്തിൽപ്പെട്ട ആളുകളുണ്ട്. മതമുള്ളവരും മതമില്ലാത്തവരും എല്ലാം ഒരുപോലെ ഇങ്ങനെ ജീവിച്ചു കൊണ്ടിരിക്കുകയാണ്, അല്ലെ? ഹൈന്ദവരുണ്ട്, ക്രൈസ്തവരുണ്ട്, മുസ്ലിങ്ങളായ നമ്മളുണ്ട്, അതുപോലെ തന്നെ മറ്റു പല ജാതിയിൽപ്പെട്ട, മതത്തിൽപ്പെട്ട, വിശ്വാസത്തിൽപ്പെട്ട, വിശ്വാസമില്ലാത്ത രൂപത്തിൽ നിരീശ്വരവാദികളായി ജീവിക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും ഈ രാജ്യം നാനാത്വത്തിൽ ഏകത്വം ഉൾക്കൊള്ളുന്ന, ഒരു ജനാധിപത്യം ഉൾക്കൊള്ളുന്ന മഹത്തായ സംവിധാനങ്ങളുള്ള ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. ആ രാജ്യത്ത് ജീവിക്കാൻ, ഈ സ്വസ്ഥത ലഭിക്കാൻ കാരണം എന്താ സഹോദരങ്ങളെ? നമ്മളൊക്കെ വല്ലാത്തൊരു സ്വാതന്ത്ര്യ ദിനത്തിലൂടെ സന്തോഷത്തോട് കടന്നു പോവുകയാണ്. ആ സ്വാതന്ത്ര്യം കിട്ടാനും ഈ സ്വസ്ഥതയും സമാധാനവും നിർഭയത്വവും നാം ജീവിക്കുന്ന നാട്ടിൽ ഉണ്ടാകാനും കാരണമായി തീരുന്ന ഒട്ടനവധി മഹത്തുക്കളായ ആളുകൾ മൺമറഞ്ഞു പോയിട്ടുണ്ട്. അവരൊക്കെ സ്നേഹത്തോട്, ഐക്യത്തോടു കൂടി ജീവിച്ചവരാ. ഇന്ന് കാണുന്ന കപട രാജ്യ സ്നേഹമല്ല അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത്, അവരുടെ പ്രവർത്തനങ്ങളിൽ ഉണ്ടായിരുന്നത്. അവർ ഏകോദര സഹോദരന്മാരായി ഒരുമയോടെ, ഐക്യത്തോടെ, കൈകളെല്ലാം കൂട്ടിപ്പിടിച്ച് ഒരുമയോടെ ജീവിച്ചവരാ. ഒരുമയോടുകൂടി സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയവരാണ് അവർ. നേതാജിയോടൊപ്പം, ഗാന്ധിജിയോടൊപ്പം, സർദാർ വല്ലഭായ് പട്ടേലിനോടുകൂടെ, മൗലാന അബുൽ കലാം ആസാദിനെ പോലെ, ഖാൻ അബ്ദുൽ ഗാഫർ ഖാനെ പോലെ, മൗലാന മൻസൂർ അലി ഖാനെ പോലെ, വക്കം മൗലവിയെ പോലെ, കെ എം മൗലവിയെ പോലെ എത്ര ധീരരായ മുസ്ലിം സഹോദരങ്ങൾ ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി, പിൽക്കാലത്ത് കടന്നു വരാനിരിക്കുന്ന മനുഷ്യ സമൂഹത്തിന്റെ നന്മക്ക് വേണ്ടി, ഐക്യത്തിന് വേണ്ടി, ഒരുമക്ക് വേണ്ടി, സ്നേഹത്തിന് വേണ്ടി സ്വന്തം ജീവൻ ത്യജിച്ചവരാണവർ. അവർ ജീവിച്ചത് വർഗീയതയ്ക്ക് വേണ്ടിയല്ല, ഒരു രാജ്യത്തിന്റെ ഐക്യത്തിന് വേണ്ടി, ഒരു രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി. അതിന് കയ്യും മെയ്യും മറന്ന് ഹൈന്ദവരും ക്രൈസ്തവരും മുസൽമാനും ഒരുപോലെ വീറോടെ, വാശിയോടെ, ഐക്യത്തോടെ നേടിയെടുത്തതാണ്. ഇന്ന് ഞാൻ നിങ്ങൾ ഈ പള്ളിയിൽ നമ്മുടെ വിശ്വാസമനുസരിച്ച്, നമ്മുടെ ആദർശമനുസരിച്ച് ഈമാനോടുകൂടി ഇരിക്കാനുള്ള സൗഭാഗ്യം അവരുടെ അധ്വാനത്തിന്റെ ഫലമാണ്. ആ അധ്വാനത്തിന്റെ ഫലത്തെയാണ് ഇന്ന് ചില ക്ഷുദ്രശക്തികൾ നശിപ്പിക്കാൻ വേണ്ടി പണിയെടുത്തുകൊണ്ടിരിക്കുന്നത്. അത് എന്തിൽ വരെ എത്തി നിൽക്കുന്നു? വോട്ടർ പട്ടികയിൽ വരെ, വോട്ടവകാശത്തിൽ വരെ അതിന്റെ കൃത്രിമത്വം എത്തി നിൽക്കുന്നു എന്നുള്ളത് വല്ലാത്തൊരു ഭീതിതമായ ആശങ്കയാണ് നമുക്ക് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ ഐക്യപ്പെടേണ്ടതുണ്ട്. ഐക്യപ്പെടേണ്ട വിഷയങ്ങളിൽ അത് ആദർശം പണയം വെച്ചിട്ടല്ല, വിശ്വാസം പണയപ്പെടുത്തിയിട്ടല്ല, മറിച്ച് ഭൗതികമായ ഏതൊക്കെ വിഷയങ്ങളിൽ ഐക്യപ്പെടാൻ കഴിയുമോ, സ്നേഹത്തോടെ പെരുമാറാൻ കഴിയുമോ, ആ രംഗങ്ങളിലെല്ലാം ആ സ്നേഹവും ഐക്യവും സൗഹൃദവും ഊട്ടിയുറപ്പിച്ചുകൊണ്ട്, എല്ലാവരെയും ഒരുമിപ്പിച്ചുകൊണ്ട്, ഹൈന്ദവരോടും ക്രൈസ്തവരോടും
നല്ല മനോഭാവത്തോടെ നല്ല സ്നേഹത്തോടു കൂടി മുസ്ലിങ്ങളായി നമുക്ക് ജീവിക്കാൻ കഴിയേണ്ടതുണ്ട്. അതല്ലേ സ്വാതന്ത്ര്യ സമരത്തിൽ നമ്മൾ കണ്ടത് അല്ലെ? മാധവമേനോന്റെ വീട്ടിലാണ് മഹാനായ വക്കം മൗലവിയും മൗലാന മൻസൂർ അലിഖാനും ഒളിച്ചിരുന്നത്. ആ സമയത്ത് ബ്രിട്ടീഷുകാർക്ക് മനസ്സിലായി. കൂട്ടത്തോടുകൂടി വലിയ പീരങ്കികളുമായി മാധവമേനോന്റെ വീട്ടിലേക്ക് കയറി വന്നു. എന്നിട്ട് മാധവമേനോനോട് പറഞ്ഞു, അവർ രണ്ടാളെയും ഇറക്കി വിട്ടാൽ നിങ്ങൾക്ക് സുരക്ഷിതമായി ഈ വീട്ടിൽ നാട്ടിൽ ജീവിക്കാം. എന്തു വേണം? മാധവമേനോന്റെ വാക്കെന്തര സഹോദരങ്ങളെ, ഹൈന്ദവനാ മാധവമേനോൻ, മുസ്ലിമാനല്ല. ഹൈന്ദവനായ മാധവമേനോൻ പറഞ്ഞത് വക്കം മൗലവിയെയും മൗലാന മൻസൂർ അലിഖാനെയും ഈ വീട്ടിൽ നിന്ന് നിങ്ങൾക്ക് ഇറക്കിക്കൊണ്ടാകാൻ കഴിയണമെങ്കിൽ ഈ മാധവമേനോന്റെയും മക്കളുടെയും നെഞ്ചത്ത് ചവിട്ടിയിട്ടല്ലാതെ, ശവത്തിൽ ചവിട്ടിയിട്ടല്ലാതെ നിങ്ങൾക്ക് ഇറക്കിക്കൊണ്ടാൻ പറ്റൂല. ആ സ്നേഹം, ആ ഒരു ഐക്യം, ആ ഒരു സൗഹൃദം മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് കഴിയോ സഹോദരങ്ങളെ? മുൻഗാമികളായ ആളുകൾ അങ്ങനെയാണ് ജീവിച്ചത്. ആ ഒരു സ്നേഹം, ആ ഒരു സൗഹൃദം ഊട്ടിയുറപ്പിക്കാൻ ഇന്ന് ജീവിക്കുന്ന നമുക്കും സാധിക്കണം. അത് നശിപ്പിക്കാൻ പല രൂപത്തിൽ പല നിയമങ്ങൾ കൊണ്ട് ആളുകൾ വലിഞ്ഞു മുറുക്കാൻ നമ്മുടെ മുമ്പിൽ വരുന്നുണ്ട്. അവരെ ജാഗ്രതയോടുകൂടി കൈകാര്യം ചെയ്യാൻ പ്രിയപ്പെട്ട വിശ്വാസികളെ എനിക്കും നിങ്ങൾക്കും സാധിക്കണമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ദീനുൽ ഇസ്ലാമിലൂടെ വളരെ കൃത്യമായി കൊണ്ട് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് നിർഭയത്വം ഉണ്ടാകാൻ വേണ്ടി അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച പ്രാർത്ഥന ഞാനും നിങ്ങളും ഓരോ ദിവസവും പ്രാർത്ഥിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ. എന്താണ് ആ പ്രാർത്ഥന? അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ അഫ്വ വൽ ആഫിയ ഫിദ് ദുനിയ വൽ ആഖിറ. അല്ലാഹുവേ, ദുനിയാവിലും ആഖിറത്തിലും എനിക്ക് നിർഭയത്വം ഉണ്ടാകണം. അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ അഫ്വ വൽ ആഫിയ ഫീ ദീനി വ ദുനിയായ വ അഹ്ലി വ മാലി. നിർഭയത്വം ലഭിക്കാനുള്ള പ്രാർത്ഥന പഠിച്ചവനെ എന്റെ ദീനിയായ വിഷയത്തിൽ, എന്റെ ദുന്യവിയായ വിഷയത്തിൽ, എന്റെ കുടുംബത്തിൽ, ഞാൻ ഉണ്ടാക്കുന്ന സമ്പത്തിൽ എനിക്ക് നിർഭയത്വം തരണേ. അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. അല്ലാഹുമ്മ ഇസ്ഫുർ ഔറാത്തി. അല്ലാഹുവേ, എന്റെ ദൗർബല്യങ്ങൾ, എന്റെ ന്യൂനതകൾ നീ മറച്ചു വെക്കണേ. അവിടെ ബുൾഡോസർ കൊണ്ടുപോയി വീട് തട്ടി നിരപ്പാക്കി, മാംസം കൈവശം വെച്ചതിന്റെ പേരിൽ കൊലപ്പെടുത്തി, ചുട്ടുകരിച്ചു. ഇതൊക്കെ വാർത്തകൾ കേൾക്കുമ്പോൾ നമുക്ക് പേടിയാ. അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. വാമിൻ റൗആത്തി. അല്ലാഹുവേ, എന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പേടികളിൽ നിന്നും എനിക്ക് നീ സമാധാനം നൽകണേ, സ്വസ്ഥത നൽകണേ എന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണമെന്ന് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച രംഗം പ്രിയപ്പെട്ടവരെ നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ജീവിക്കുന്ന ഈ ഒരു നാട്ടിൽ സ്വസ്ഥതയും സമാധാനവും ഉണ്ടാകണം. അതിന് നമ്മൾ മുൻകൈ എടുക്കുക എന്നുള്ളതാണ്. ഏതൊക്കെ വിഷയങ്ങളിൽ ചേർന്നുകൊണ്ട് നിൽക്കാൻ കഴിയുമോ ആ വിഷയങ്ങളിലൊക്കെ ചേർന്നുകൊണ്ട് നിൽക്കണം. ഇനി നമ്മൾ പീഡനങ്ങൾ അനുഭവിക്കുന്നുണ്ടോ, പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ടോ, നമുക്ക് നിരാശ തോന്നുന്നത് സഹോദരങ്ങളെ, ഇന്ത്യയുടെ പല ഭാഗത്തും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ, പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്ക് വല്ലാത്ത നിരാശയാണ്. ഗസയിൽ പിഞ്ചു പൈതങ്ങൾ പട്ടിണി കിടന്ന് മരണപ്പെടുമ്പോൾ, വന്യവയോധികരായ മാതാപിതാക്കൾ ഇസ്രായേലിന്റെ കാട്ടാളന്മാരായ പട്ടാളക്കാരുടെ തോക്കിൻ മുമ്പിൽ ഇരയാക്കപ്പെടുമ്പോൾ, വെടിയുണ്ടകൾ ഏറ്റുവാങ്ങുമ്പോൾ നമുക്ക് നിരാശ ഉണ്ടോ സഹോദരങ്ങളെ? നിരാശ പാടില്ല. ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ നിരാശ ഉണ്ടാകാൻ പാടില്ല. കാരണം എന്തറിയോ? അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് വഉഖ്റാ തുഹിബ്ബൂനഹാ നസ്റും മിനല്ലാഹ് വഫത്ഹുൻ ഖരീം വബശ്ശിരിൽ മുഅ്മിനീൻ. എന്തിനാ പ്രിയപ്പെട്ട വിശ്വാസി നിനക്ക് നിരാശ? നീ എന്തിനാ സങ്കടപ്പെടുന്നത്? നീ എന്തിനാ ആശങ്കപ്പെടുന്നത്? അല്ലാഹുവിന്റെ വാഗ്ദാനമാണ് നസ്റും മിനല്ലാഹ്. അള്ളാഹുവിന്റെ സഹായം നിനക്ക് വരും കേട്ടോ. അള്ളാഹു തീരുമാനിച്ചൊരു വിജയമുണ്ട്. ആ വിജയം അടുത്തു തന്നെയുണ്ട്. ആ അള്ളാഹുവിന്റെ സഹായവും ആ അള്ളാഹുവിന്റെ വിജയവും നിന്റെ അടുക്കലേക്ക് വരുന്നതിന് മുമ്പ് നീ മരണപ്പെടുകയാണെങ്കിൽ, ആളുകൾ നിന്നെ കൊന്നെടുക്കുകയാണെങ്കിൽ, വിശപ്പിന്റെ കാഠിന്യം കൊണ്ട് നീ വെന്ത് മരണപ്പെടുകയാണെങ്കിൽ, അല്ലയോ വിശ്വാസി, നിനക്ക് സന്തോഷമുണ്ട് കേട്ടോ. പ്രാർത്ഥനയല്ലേ പ്രിയപ്പെട്ടവരെ ഏറ്റവും വലിയ ആയുധം? ആ പ്രാർത്ഥനകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ആ രൂപത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നിർഭയത്വത്തോടുകൂടി ജീവിക്കാൻ കഴിയുന്ന മുത്തഖീങ്ങളിൽ, മുഅ്മിനീങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ, ഐക്യത്തോടെ ജീവിക്കുന്ന സമൂഹത്തിൽ ഫിത്നയും ഫസാദുകളും ഉണ്ടാക്കാൻ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളെ നീ ഒറ്റപ്പെടുത്തണേ റബ്ബേ. മഹാഭൂരിപക്ഷം വരുന്ന നിഷ്കളങ്കരായ ആളുകൾക്ക് അത് തിരിച്ചറിയാനുള്ള കഴിവ് നീ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണേ റബ്ബേ. അല്ലാഹുവേ, നാളൊരു കൂട്ട നരകത്തിലേക്ക് മറ്റൊരു കൂട്ട സ്വർഗത്തിലേക്ക് അനയിക്കപ്പെടുമ്പോൾ സ്വർഗാവകാശികളായ മുത്തഖീങ്ങളിൽ, മുഅ്മിനീങ്ങളിൽ ഞങ്ങളെ ഏവരെയും നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റബ്ബേ.
അല്ലാഹുവേ ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്നും നീ നേരത്തെ തിരിച്ചു വിളിച്ച ഞങ്ങളുടെ സ്നേഹനിധികളായ വാത്സല്യനിധികളായ മാതാപിതാക്കൾ, സഹോദരങ്ങൾ, കൂട്ടുകുടുംബങ്ങൾ, വിശ്വാസികൾ, ഞങ്ങളുടെ നേതാക്കന്മാർ, പണ്ഡിതന്മാർ, പ്രബോധകന്മാരായ ആളുകൾ, അവരുടെ എല്ലാവരുടെയും കബറിടങ്ങൾ നീ വിശാലമാക്കി കൊടുക്കണേ റബ്ബേ. ആ കബറിടത്തിൽ നീ പ്രകാശം പരത്തണേ റബ്ബേ. അവരെയും ഞങ്ങളെയും ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ റബ്ബേ. അല്ലാഹുവേ ഞങ്ങളുടെ കൂട്ടത്തിൽ ചെറുതും വലുതുമായ രോഗങ്ങൾ കൊണ്ട് പ്രയാസവും ദുഃഖവും ദുരിതവും വേദനകളും അനുഭവിക്കുന്ന ആളുകളുണ്ട്. അവർക്ക് നീ പരിപൂർണമായ ശിഫ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണേ റബ്ബേ. അല്ലാഹുവേ ഞങ്ങളുടെ കൂട്ടത്തിൽ ചെറുതും വലുതുമായ കടബാധ്യതകൾ കൊണ്ട് പ്രയാസവും മാനസികമായ സംഘർഷങ്ങളും അനുഭവിക്കുന്ന ആളുകളുണ്ട്. അവർക്ക് ഹലാലായ സമ്പത്ത് കൊണ്ട് അതിനൊരു പരിഹാരം നൽകി നീ അനുഗ്രഹിക്കണേ റബ്ബേ. അല്ലാഹുവേ ഞങ്ങൾ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഈ മഹത്തായ ഇന്ത്യ രാജ്യത്ത് ഐക്യത്തോടെ, ഒരുമയോടെ, സ്നേഹത്തോടെ, സൗഹൃദത്തോടെ, നന്മയോടുകൂടി അവനവന്റെ വിശ്വാസവും ആദർശവും ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം നീ ഒരുക്കി തന്ന് അനുഗ്രഹിക്കണേ റബ്ബേ. അല്ലാഹുമ്മ അഫ്വ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ. അല്ലാഹുമ്മ റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ. ആമീൻ ആമീൻ വറഹ്മതിക യാ അർഹമർ റഹീമീൻ.